നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 5 വ്യാഴാഴ്ചയാണ്. ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് വലിയ സന്തോഷത്തോടെയാണ്. കാരണം നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറിന്റെ ഭാഗമായി 50% ഡിസ്കൗണ്ടിലാണ് പെയ്ഡ് പ്രീമിയം ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ട ഓഫറുകൾ നമ്മൾ നൽകാൻ പോകുന്നത്. ഈ ഓഫറിന്റെ മുഴുവൻ ഡീറ്റെയിൽസും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ആദ്യം നമുക്ക് US മാർക്കറ്റുകളിൽ നിന്ന് ആരംഭിക്കാം. ഫെഡറൽ റിസർവ് ചെയർ ജെറോം പവലിന്റെ ബുള്ളിഷ് സ്പീച്ച് തന്നെ ഇന്നലെ പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്പീച്ചിന് ശേഷവും സെയിൽസ് ഫോഴ്സിൽ നിന്നുമുള്ള റിസൾട്ടിന് ശേഷവും ഇന്നലെ US-ലെ 3 മാർക്കറ്റുകളും റെക്കോർഡ് ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയത്. കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ടെക്നോളജി ഓഹരികൾ തന്നെയായിരുന്നു. നാസ്ഡാക്ക് 1.3% ഉയർന്നു. S&P 500 0.6%, ഡൗ ജോൺസ് 0.7% ഇന്നലെ ഉയർന്നത്. യൂറോപ്യൻ ഓഹരികൾ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. കൂടാതെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളും മിക്സഡ് ആയിട്ട് തന്നെയാണുള്ളത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ അങ്ങേയറ്റം പ്രധാനപ്പെട്ട ഒരാഴ്ചയാണിത്. പ്രത്യേകിച്ച് RBIയുടെ മോണിറ്ററി പോളിസി മീറ്റിംഗ് ഈ വെള്ളിയാഴ്ച, അതായത് നാളെയാണ് നടക്കാനിരിക്കുന്നത്. RBI മീറ്റിംഗുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫോക്കസിലുള്ളത് ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച മാത്രം ഉയർന്നത് 1.5%. ഓൾ ടൈം ഹൈയിൽ നിന്നും ഏകദേശം 2% അകലെയാണ് ഇപ്പോൾ ഉള്ളത്. CRR വെട്ടിക്കുറച്ചേക്കും എന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ബാങ്കിംഗ് ഓഹരികൾ ഉള്ളത്. അത്തരത്തിൽ CRR നാളെ വെട്ടിക്കുറയ്ക്കുകയാണെങ്കിൽ അത് വലിയ നേട്ടം തന്നെയായിരിക്കും ബാങ്കിംഗ് ഓഹരികളിൽ ഉണ്ടാക്കുക. ഏതായാലും മോണിറ്ററി പോളിസി മീറ്റിംഗിനായി നമുക്ക് നാളെ രാവിലെ വരെ കാത്തിരിക്കാം. ഇനി നമ്മുടെ ഇന്നത്തെയും വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം പറയുന്നത് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച ഏകദേശം ഉയർന്നത് 0.8%. എന്നാൽ ബാങ്ക് നിഫ്റ്റി ഉയർന്നത് 1.5%. എന്തുകൊണ്ടാണ് ബാങ്കിംഗ് ഓഹരികൾ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി സ്ട്രെങ്ത് കാണിക്കുന്നതെന്നും വരുന്ന വെള്ളിയാഴ്ച ബാങ്കിംഗ് ഓഹരികൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നതെന്നുമാണ് ഇന്ന് നമ്മൾ ആദ്യം പറയുന്നത്. ആദ്യം തന്നെ ബോണ്ട് ഈൽഡുകളിൽ ഒരു ഇടിവുണ്ടായിരിക്കുന്നു. ഗവൺമെന്റ് ബോണ്ട് ആദായം ഏകദേശം 3 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. 10 വർഷത്തെ ബോണ്ട് ആദായം 6.69%, അതായത് ഫെബ്രുവരി 2022 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. കൂടാതെ 5 ഇയർ ബോണ്ട് ഈൽഡുകൾ 2022 ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലുമാണ്. ഇനി ഇപ്പോൾ ബാങ്കിംഗ് ഓഹരികൾ അഥവാ ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ നേട്ടമുണ്ടാക്കുന്നത് പ്രധാനമായും RBI ക്യാഷ് റിസർവ് റേഷ്യോ 25 മുതൽ 50 ബേസിസ് പോയിന്റുകൾ വെള്ളിയാഴ്ചത്തെ മീറ്റിംഗിൽ കുറയ്ക്കും എന്ന പ്രതീക്ഷയിലാണ്. ഇപ്പോൾ ബാങ്കിംഗ് സംവിധാനത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ലിക്വിഡിറ്റി തന്നെയാണ്. CRR വെട്ടിക്കുറയ്ക്കുകയാണെങ്കിൽ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് ഗണ്യമായ തുക ലിക്വിഡിറ്റി പുറത്തുവിടും. അതായത് ഏകദേശം 1.2 ലക്ഷം കോടി രൂപയായിരിക്കും അത്തരത്തിൽ പുറത്തു വരിക. ഇനി ക്യാഷ് റിസർവ് റേഷ്യോ അഥവാ CRR എന്താണെന്ന് നോക്കാം. CRR എന്നത് RBIയിൽ സൂക്ഷിക്കേണ്ട ബാങ്ക് നിക്ഷേപങ്ങളുടെ ഭാഗമാണ്. നിലവിൽ ഇത് 4.5%. ബാങ്കുകൾക്ക് ഈ കരുതൽ ശേഖരത്തിൽ പലിശ ലഭിക്കുന്നില്ല. ഇനി CRR വെട്ടിക്കുറയ്ക്കുന്നതിന്റെ കാരണങ്ങൾ കൂടി ഒന്ന് നോക്കിയാൽ ഇന്ത്യയുടെ 2ാം പാദത്തിലെ GDP വളർച്ച 4.5% കുറഞ്ഞതിന് ശേഷമാണ് CRR വെട്ടിക്കുറയ്ക്കാനുള്ള ആഹ്വാനങ്ങൾ ശക്തമായത്. ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് പരിശോധിക്കുകയാണെങ്കിലും ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് ചാനൽ പാറ്റേണിന്റെ പിവറ്റിന് മുകളിലായിട്ടാണ്. ഇത്തരത്തിലുള്ള വലിയ പോസിറ്റീവായിട്ടുള്ള വാർത്തകളൊക്കെ വരികയാണെങ്കിൽ ഒരുപക്ഷെ ഓൾ ടൈം ഹൈയും അതിന് മുകളിൽ നമ്മുടെ ഈ ചാനൽ പാറ്റേണിന്റെ അപ്പർ എൻഡൊക്കെ ടച്ച് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഏതായാലും നമ്മൾ ഇപ്പോൾ പ്രത്യേകം ഫോക്കസിൽ വെക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം PG ഇലക്ട്രോപ്ലാസ്റ്റ് എന്ന കമ്പനി ഇപ്പോൾ QIP ആരംഭിച്ചു കഴിഞ്ഞു. ഷെയർ ഒന്നിന് 705.18 രൂപ എന്ന നിരക്കിലാണ് QIP ആരംഭിച്ചിരിക്കുന്നത്. അടുത്തതായി GOCL കോർപ്പറേഷനാണ്. ഹൈദരാബാദിലെ 11 ഏക്കർ ഭൂമി കമ്പനി വിറ്റിരിക്കുന്നു. ഇടപാടിൽ നിന്ന് 142 കോടി രൂപയാണ് സമ്പാദിച്ചത്. മറ്റൊരു കമ്പനി റെയിൽടെൽ കോർപ്പറേഷനാണ്. കമ്പനിക്ക് 10.7 കോടി രൂപ വിലമതിക്കുന്ന ഗെയിലിൽ നിന്ന് പുതിയ ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നു. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് ഇനി വരുന്നത്. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി നമ്മൾ ഓഫറുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ പെയ്ഡ് പ്രീമിയം ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടവർക്ക് 50% ഡിസ്കൗണ്ട് എന്ന വലിയ ഓഫറാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. പരിമിതമായ ദിവസത്തേക്കും പരിമിതമായ സീറ്റുകളും മാത്രമേ ഈ ഓഫറിൽ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് സ്റ്റുഡൻസ് പരമാവധി വേഗം തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഓഫറിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. തിരികെ സ്റ്റോക്ക് ന്യൂസിലേക്ക്. ഇൻഡസ് ടവേഴ്സുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. വോഡാഫോൺ ഗ്രൂപ്പ് PLC ഇൻഡസ് ടവേഴ്സിന്റെ ബാക്കിയുള്ള 3% ഓഹരികൾ അല്ലെങ്കിൽ 7.92 കോടി രൂപ ഓഹരികൾ വിൽക്കാനും
കുടിശ്ശിക തീർക്കുന്നതിനുമായി $101 മില്യൺ തിരിച്ചടയ്ക്കുന്നതിനായി ഫണ്ട് ഉപയോഗിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചു. ഓഫർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത് 343 മുതൽ 358 രൂപ വരെയാണ്. അടുത്തത് ഭാരത് ഫോർജ് എന്ന കമ്പനിയാണ്. കമ്പനി QIP ഡിസംബർ 4 ആരംഭിച്ചു കഴിഞ്ഞു. ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരുന്നത് ഒരു ഷെയറിന് 1323.54 എന്ന നിലയിലാണ്. 1650 കോടി രൂപയാണ് ഇഷ്യൂ സൈസായിട്ട് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡർമാർക്കുള്ള ബോണസ് ഷെയറുകളുടെ ഇഷ്യൂ പരിഗണിക്കാൻ ബോർഡ് ഡിസംബർ 10 യോഗം ചേരും. അടുത്തത് മുത്തൂറ്റ് ഫിനാൻസ് ആണ്. കേരളം ആസ്ഥാനമായുള്ള മൈക്രോ ഫിനാൻസ് സ്ഥാപനം വരുമാനം നൽകുന്ന വായ്പയ്ക്ക്, അതായത് ഇൻകം ജനറേറ്റിംഗ് ലോൺസിന് 25 ബേസിസ് പോയിന്റ്സും തേർഡ് പാർട്ടി പ്രൊഡക്റ്റ് ലോൺസിന് 125 ബേസിസ് പോയിന്റ്സും വായ്പാ നിരക്കുകൾ കുറിച്ചിട്ടുണ്ട്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഗ്രാനുൾസ് ഇന്ത്യ, മണപ്പുറം ഫിനാൻസ്, RBL ബാങ്ക് തുടങ്ങിയവയാണ്. ഇന്നലെ മാർക്കറ്റിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. നിഫ്റ്റിയും സെൻസെക്സും ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ കാണിച്ചെങ്കിലും ഇന്നലെ ഗ്രീനിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. RBI പോളിസി മീറ്റിംഗുകൾക്ക് മുന്നോടിയായി ഫിനാൻഷ്യൽസ് ഇന്നലെ നേട്ടമുണ്ടാക്കി. മിഡ് ക്യാപ് ഇൻഡെക്സ് 600-ലേറെ പോയിന്റ്സ് ഉയർന്നു. ഇന്നലെ നേട്ടമുണ്ടാക്കിയ മറ്റൊരു സെക്ടർ ഇൻഷുറൻസ് സ്റ്റോക്കുകളായിരുന്നു. ഇന്നലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ ഹൈലൈറ്റ് ആയി പറഞ്ഞ ഒരു വാർത്തയായിരുന്നു ഡിഫൻസ് സെക്ടറിൽ 21,772 കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചു എന്നൊരു വാർത്ത. ഇതുവഴി തന്നെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കമ്പനികളായി നമ്മൾ GRSE, ബെൽ എന്നീ കമ്പനികളെ കുറിച്ച് പറഞ്ഞിരുന്നു. GRSE ഇന്നലെ 5% ഉയർന്നു. കൂടാതെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് തുടക്കത്തിൽ 2% ഉയർന്നെങ്കിലും പിന്നീട് ഇടിഞ്ഞു. മറ്റൊരു സ്റ്റോക്കായിരുന്നു ഹൊനാസ കൺസ്യൂമർ. പ്രൊമോട്ടർ സ്റ്റേക്ക് വർദ്ധിപ്പിച്ചതോടെ സ്റ്റോക്ക് 7% ഉയർന്നു. നിഫ്റ്റിയിലേക്ക് 24,467 10 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. 24,573 എന്ന ഹൈ ടച്ച് ചെയ്തെങ്കിലും ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷറാണ് ഇന്നലെ കാണാൻ സാധിച്ചത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി നമ്മൾ വാച്ച് ചെയ്യേണ്ട അപ്സൈഡിലെ ഒരു ലെവൽ 24,528 ആണ്. അത് ക്രോസ് ചെയ്ത് കുറച്ച് നേരം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ 24,600, 650 പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. തുടർച്ചയായ 4 ദിവസവും പോസിറ്റീവിൽ തന്നെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നതെങ്കിലും ഇന്നലത്തെ ക്യാൻഡിൽ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒരു ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള റെസിസ്റ്റൻസ് ഏരിയകളിൽ ഡോജി ക്യാൻഡിലുകൾ ഫോം ആവുന്നത് നമ്മൾ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്. ഇനി നിഫ്റ്റിയുടെ ടെക്നിക്കൽ ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ നോക്കുകയാണെങ്കിൽ വീക്ക്ലി ബോളിഞ്ചർ ബാൻഡിന്റെ മിഡിൽ ലെവലുള്ളത് ഏകദേശം 24,700 ലെവലിലാണ്. കൂടാതെ ഡെയിലി ബോളിഞ്ചർ ബാൻഡിന്റെ അപ്പർ ലെവലും ഉള്ളത് 24,700, 720 ലെവലിലാണ്. അപ്പോൾ 24,700ഉം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. നിഫ്റ്റി ഇപ്പോൾ എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. എന്നിരുന്നാലും ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലെവലായി വരുന്നത് 24,350 മുതൽ 24,300 വരെയുള്ള ഒരു ലെവലാവാൻ സാധ്യതയുണ്ട്. അടുത്തതായി കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്. സ്പോട്ട് പ്രൈസ് ആയി വരുന്നത് 24,461 ആണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 25,000 ആണ്. അതിനുശേഷം 24,800 സ്ട്രൈക്കും അതിനുശേഷം 24,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,500, അതിനുശേഷം 24,000 സ്ട്രൈക്ക്, അതിനുശേഷം 23,800 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,500ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,000ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായി 24,450 സ്ട്രൈക്കിൽ 73% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഒരു ലോങ് ബിൽഡപ്പാണ്. എന്നാൽ കോൾ സൈഡിൽ 13% മാത്രം വർധനമാണ് കാണുന്നത്. ഒരു ഷോർട്ട് ബിൽഡപ്പാണ്. ഇനി 24,400 സ്ട്രൈക്കിൽ 4% ഇടിവ്, ഒരു ലോങ് അൺവൈൻഡിങ് ആണ് പുട്ട് സൈഡിൽ കാണുന്നത്. കോൾ സൈഡ് കുറച്ചുകൂടി ദുർബലമാണ്. 25% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിലുള്ളത്. അടുത്തത് 24,500 സ്ട്രൈക്കിൽ 91% വർധനവ്, ഒരു ലോങ് ബിൽഡപ്പാണ് പുട്ട് സൈഡിൽ ഉള്ളത്. ഇനി കോൾ സൈഡിൽ 26% വർധനവ് മാത്രം, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു മുൻതൂക്കം പുട്ട് സൈഡിന്, അതായത് പുട്ട് സെല്ലേഴ്സിനാണുള്ളത്. മാർക്കറ്റിന്റെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ളതാണ് പുട്ട് സെല്ലേഴ്സ്. ഇനി ഇപ്പോഴത്തെ PCR പുട്ട് കോൾ റേഷ്യോ 1.10 ആണ്. ഒരു ബിയറിഷ്നെസ് ആണ് PCR സൂചിപ്പിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഇന്നലെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത് 571 പോയിന്റ്സ് ഉയർന്നാണ്. 1% മുകളിൽ പോസിറ്റീവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. കൂടാതെ ഇന്നലെ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 52,745 എന്ന ലെവലിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു. 2 മാസമായിട്ടുള്ള ആ ഒരു കൺസോൾട്ടേഷൻ സോണാണ് ഇതോടെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ചാനൽ പാറ്റേണിന്റെ പിവറ്റിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നത് മറ്റൊരു പോസിറ്റിവിറ്റി ആയിട്ട് കാണാം. ഇനി ബോളിഞ്ചർ ബാൻഡിന്റെ അപ്പർ എൻഡിലാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു റിവേഴ്സലിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അടുത്തതായി മാക്സിമം ഓപ്പൺ ടെസ്റ്റ് സ്ട്രൈക്ക് ചെയ്തിരിക്കുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്.
ആദ്യം സ്പോട്ട് പ്രൈസ് ആയി വരുന്നത് 53,235 ആണ്. കോൾ സൈഡിൽ 54,000-ലാണ് കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 55,000 സ്ട്രൈക്കിലും അതിനുശേഷം 53,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,000-ലാണ്. അതിനുശേഷം 52,500 സ്ട്രൈക്കിലും അതിനുശേഷം 50,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 54,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 52,500-ഉമാണ്. നമ്മൾ ഈ ഓപ്ഷനുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് ഒക്കെ എടുത്തിട്ടുള്ളത് OI പൾസ് എന്ന സൈറ്റിൽ നിന്നാണ്. ഓപ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് നമുക്ക് ലഭ്യമാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊന്ന് കൊടുക്കുന്നുണ്ട്. ഇത് റെക്കമെൻഡേഷൻ ഒന്നുമല്ല, ആവശ്യമുള്ളവർക്ക് ആ ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ത്യ വിക്സിലേക്ക് ഇന്നലെ ഇന്ത്യ വിക്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. 14.45 0.54% ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. 1,797 കോടി രൂപയ്ക്കാണ് FIS ഇന്നലെ ബൈ ചെയ്യുന്നത്. DIS അവിടെ 900 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വലിയ സെല്ലിങ്ങിലേക്ക് പോയ FIS ഇപ്പോൾ ഡിസംബർ മാസത്തിൽ ക്യാഷ് മാർക്കറ്റിൽ നെറ്റ് ബയ്യേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. US മാർക്കറ്റിലേക്ക് സെയിൽസ് ഫോഴ്സിൽ നിന്നുള്ള മികച്ച ഫലങ്ങൾക്ക് ശേഷം ടെക്നോളജി ഷെയറുകൾ ഉയർന്നതും ഫെഡറൽ റിസർവ് ചെയർ ജെറോം പവലിന്റെ അഭിപ്രായങ്ങൾ വിപണിക്ക് ഒരു ഉണർവ് നൽകിയതും ഇന്നലത്തെ 3 പ്രധാനപ്പെട്ട ഇൻഡെക്സുകളും ഉയരാൻ കാരണമായി. നാസ്ഡാക്ക് ആണ് കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. 1.3% ഉയർന്നു. ഡൗ ജോൺസ് 0.7%, S&P 500 0.6% ഉയർന്നു. ഇന്നലെ US-ൽ ഫെഡറൽ ചെയർ ജെറോം പവലിന്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞത് ആദ്യ റേറ്റ് കട്ട് ഉണ്ടായിരുന്ന സെപ്റ്റംബറിൽ കണ്ടതിനേക്കാൾ സമ്പദ് വ്യവസ്ഥ ശക്തമായിട്ടാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. കൂടുതൽ നിരക്ക് കുറയ്ക്കുന്നതിന് ശ്രദ്ധാലുക്കളാവാൻ ഫെഡിനെ സഹായിക്കുമെന്ന് ന്യൂയോർക്ക് ടൈംസിന് അദ്ദേഹം നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. ഫെഡറൽ റിസർവിന്റെ സർവേയും അഭിമുഖങ്ങളുടെയും അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ബീച്ച് ബുക്ക് എന്ന പുസ്തകത്തിൽ ഒക്ടോബർ ആദ്യം മുതൽ മിക്ക മേഖലകളും US സമ്പദ് വ്യവസ്ഥ അല്പം വളർന്നതായിട്ടാണ് ഫെഡറൽ റിസർവ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ ഡിസംബർ 17-18 തീയതികളിൽ നടക്കാൻ പോകുന്ന FOMC മീറ്റിംഗിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. ഇന്നലെ പുറത്തു വന്ന മറ്റൊരു റിപ്പോർട്ട് പ്രൈവറ്റ് പേറോൾ ഡാറ്റ ആയിരുന്നു. US-ലെ സ്വകാര്യ പേറോൾ ഡാറ്റ നവംബറിൽ മിതമായ വർധനമാണ് കാണിച്ചത്. ഇനി പ്രധാനപ്പെട്ട ഡാറ്റകളായി വരുന്നത് US ജോബ്സ് ഡാറ്റയാണ്. വെള്ളിയാഴ്ചയാണ് ഡാറ്റ പുറത്തു വരുന്നത്. കൂടാതെ ഇന്ന് വ്യാഴാഴ്ച ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റയും പുറത്തു വരുന്നുണ്ട്. അടുത്തതായി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 1.72% ഉയർന്നു. വിപ്രോ 0.58% ഉയർന്നത്. ഇനി ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.13% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 1.47% നേട്ടമുണ്ടാക്കി. ഡോക്ടർ റെഡ്ഡി 0.70% ഇടിയുകയുണ്ടായി. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സിൽ ഡൗ ജോൺസ് 0.08% ഇടിവിലും S&P 500 0.10% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് ഇന്നലെ ഒരു മിക്സഡ് അവസ്ഥയിലാണ് യൂറോപ്യൻ മാർക്കറ്റുകൾ ക്ലോസ് ചെയ്യുന്നത്. UK മാർക്കറ്റ് FTSE 0.28% ഇടിഞ്ഞപ്പോൾ ഫ്രാൻസ് മാർക്കറ്റ് CAC 0.66% ഉയർന്നു. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 1% മുകളിൽ നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. പാൻ യൂറോപ്യൻ സ്റ്റോക്ക് 600 0.38% ഉയർന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.01% ഇടിവിലാണ്. CAC 0.23% നേട്ടത്തിലും FTSE ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണ്. എന്നിരുന്നാലും ഭൂരിഭാഗം ഇൻഡെക്സുകളും ഇപ്പോൾ പോസിറ്റീവിൽ തന്നെയാണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.67% നേട്ടത്തിൽ, സിംഗപ്പൂർ മാർക്കറ്റ് 0.88% നേട്ടത്തിലും, കോസ്പി മാർക്കറ്റ് 0.17% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യൻ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റാണ് സമയം. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 24,520 എന്ന നിലയിലാണ്. 25 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് 40 മുതൽ 45 പോയിന്റ്സ് ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക് വിതരണത്തെക്കുറിച്ചുള്ള ആസന്നമായ OPEC പ്ലസ് തീരുമാനത്തിനായി വ്യാപാരികൾ കാത്തിരിക്കുന്നതിനാൽ ബുധനാഴ്ച എണ്ണവില ഇടിയുകയുണ്ടായി. 1.5% ഇടിഞ്ഞു. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $72.47 പെർ ബാരൽ എന്ന നിലയിൽ 0.22% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $68.77 പെർ ബാരൽ എന്ന നിലയിൽ 0.34% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.